2000 ഡിസംബർ 25 യൂറോപ്യൻ ആശ്രമം, ജർമ്മനി. ജ്ഞാനദളം 285. നിരീശ്വരവാദം. മൂല്യങ്ങളിലോ അമൂർത്തതയിലോ വിശ്വസിക്കാതിരിക്കുന്നതാണ് നിരീശ്വരവാദം. നിരീശ്വരവാദി ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ സ്വന്തം രൂപം അനുഭവിക്കാൻ തുടങ്ങുകയും നിങ്ങൾ അരൂപിയും പൊള്ളയുമാണ് എന്ന് അനുഭവിക്കുകയും ചെയ്യും. അമൂർത്തമായ ഈ അരൂപമാകട്ടെ കൂടുതൽ കൂടുതൽ മൂർത്തമാകുകയും ചെയ്യും. അമൂർത്തമായതിനെ ഗുരു വീണ്ടും വീണ്ടും മൂർത്തമാക്കുന്നു. മൂർത്തമാണ് എന്ന് നിങ്ങൾ കരുതിയത് കൂടുതൽ അയഥാർത്ഥവുമാകുന്നു. സംവേദനക്ഷമതയും സൂക്ഷ്മതയും ഉദിക്കുന്നു. വെറുമൊരു വികാരമല്ലാത്ത നിലനിൽപ്പിന്റെ പൊരുളായ സ്നേഹം കൂടുതൽ വ്യക്തമാകുന്നു. അമൂർത്തമായ ചേതന സൃഷ്ടിയിലെ ഓരോ രൂപത്തിലൂടെയും തിളങ്ങുകയും ജീവിതത്തിന്റെ നിഗൂഢത കുറെ കൂടി അഗാധമാകുകയും അത് നിരീശ്വരവാദത്തെ തകിടം മറിക്കുകയും ചെയ്യും. പിന്നീട് യാത്ര ആരംഭിക്കുകയായി. ഇതിന് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടം, മൂർത്തമായതിൽ അമൂർത്തമായതിനെ കാണുക. എല്ലാ രൂപങ്ങളിലും ദൈവത്തെ കാണുക. പലപ്പോഴും ആളുകൾക്ക് രൂപമില്ലാത്ത ദൈവത്തെയാണ് ഇഷ്ടം. കാരണം രൂപമുണ്ടാകുമ്പോൾ അകൽച്ച, ദ്വൈതബോധം, ഉപേക്ഷിക്കുമോ എന്ന ഭയം തുടങ്ങിയ പരിമിതികൾ അനുഭവപ്പെട്ടേക്കാം. ജീവിതത്തിൽ അഗാധ നിദ്രയിലും സമാധി അവസ്ഥയിലും ഒഴികെ എല്ലാ ഇടപെടലുകളും മൂർത്തരൂപങ്ങളോടാണ്. ദൈവത്തെ മൂർത്തരൂപമായി കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ ദൈവീകതയുടെ അഭാവമായിരിക്കും അനുഭവപ്പെടുക. ദൈവത്തെ അരൂപിയായി കരുതുന്നവരെല്ലാവരും പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല, പ്രതീകങ്ങളോട് അവർക്ക് ദൈവത്തോട് തോന്നുന്നതിനേക്കാൾ സ്നേഹവും തോന്നുന്നു. ആരംഭത്തിൽ അരൂപമായതിനെ സ്നേഹിക്കാൻ രൂപങ്ങൾ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഘട്ടമാണ് അടുപ്പം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രൂപത്തോട് അങ്ങേയറ്റം അടുപ്പം തോന്നുകയും അരൂപമായതിലേക്ക് എത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ഉപേക്ഷിക്കുമോ എന്ന ഭയത്തെയും മറ്റു ഭയങ്ങളെയും മറികടക്കുന്നു. എന്നാൽ ഇത് കാലദേശങ്ങളുടെ പരിധിക്കുള്ളിലാണ്. സാന്നിധ്യം അനുഭവിക്കുന്നതിലൂടെ കാലദേശങ്ങളുടെ പരിധികളെ അതിവർത്തിക്കുക. നിങ്ങൾ വേരുറപ്പിക്കുന്ന ഘട്ടമാണ് അവസാനത്തേത്. അപ്പോൾ നിങ്ങൾ ദൈവീകതയുമായി ഒന്നാണ് എന്ന് തിരിച്ചറിയും. പ്രേമഭാജനവുമായി പൂർണ്ണ ലയനമാണപ്പോൾ. ദ്വൈതമായതെല്ലാം അപ്രത്യക്ഷമാകുന്നു. ഇത് അതാണ്, അത് ഇതാണ്. വിനോദ് മാഥുർ. വിശ്വാസിയും ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമോ? ഗുരുദേവ്: തീർച്ചയായും. നിരീശ്വരവാദിയായാലും വിശ്വാസിയായാലും ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ജയ് ഗുരുദേവ്.